എല്ലാവർക്കും ടെക് കോൺസെപ്റ്റിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്ന AMDയുടെ റൈസൻ CPUസിന്റെ നെയിമിംഗ് സ്കീമിനെ കുറിച്ചാണ്. ഇപ്പോൾ AMDയുടെ റൈസൻ CPUവിന്റെ നെയിമിംഗ് സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റലിന്റെ I സീരീസിന്റെ നെയിമിംഗ് സ്കീമായിട്ട് വളരെയധികം സിമിലർ ആണ്. കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇന്റലിന്റെ I സീരീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇന്റലിന്റെ i3, i5, i7, i9 ഈ CPUs ആണ്. ഇപ്പോൾ ഏതൊരു ലാപ്ടോപ്പോ അതോ പുതിയൊരു PC നിങ്ങൾ സ്വന്തം ബിൽഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇന്റൽ CPU ആണെങ്കിൽ ഈ പറയുന്ന ഈ 4 ജനറേഷൻ്റെ ഏതെങ്കിലും ഒരു CPU ആയിരിക്കും നിങ്ങൾ എടുക്കേണ്ടാവുക. ഇനിയിപ്പോൾ അല്ല നിങ്ങൾ സെർവർ CPUs ആണ് നോക്കണം. ഇപ്പം നിങ്ങൾ ഒരു വലിയൊരു കമ്പനിയാണ്, ഭയങ്കര ഡാറ്റ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും ഇന്റൽ Xeon പ്രോസസ്സേഴ്സിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സർ ആയിരിക്കും എടുക്കേണ്ടി വരും. ഇപ്പം ഈ പറയുന്ന 5 സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സ് ഇന്റലിന്റെ CPUs ആണ്. അത് ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് അല്ല. നമ്മൾ ഇന്ന് റൈസൻ CPUസിനെ കുറിച്ചാണ് സംസാരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ 5 സീരീസ് പോലെ തന്നെയാണ് റൈസനും 5 സബ് കാറ്റഗറീസ് ഉള്ള 5 സീരീസ് ഉള്ള. ഇപ്പം എങ്ങനെ പറയുന്നത് പറയുകയാണെങ്കിൽ ഇന്റൽ i3 പകരം റൈസൻ 3, അതേപോലെ ഇന്റൽ i5 പകരം റൈസൻ 5, ഇന്റൽ i7 പകരം റൈസൻ 7, അതേപോലെ ഇന്റൽ i9 പകരം റൈസൻ 9. പിന്നെ ഇന്റൽ Xeon പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ സെർവറിനും അതേപോലെ വലിയ വലിയ കമ്പനികൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കണ ഒരു CPUനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിൽ ഇന്റലിന്റെ Xeon ആണ് AMDക്ക് AMD അതോ ഈ റൈസന് ത്രെഡ് സീരീസ് റൈസൻ ത്രെഡ് CPUs എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞ ഈ വീഡിയോയിൽ നിങ്ങളിപ്പം റൈസന്റെ ഏത് CPU ആണ് നിങ്ങളിപ്പോൾ റൈസൻ CPU എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏത് CPU ആണ് എടുക്കേണ്ടതെന്ന് ഞാൻ ക്ലിയർ ആയി പറയേണ്ടതായിരിക്കും. സോ നിങ്ങൾ യൂസ് കേസിനാരും അനുസരിച്ചിട്ട് നിങ്ങൾ ഈ 5 കാറ്റഗറിയിൽ ഏത് CPU ആണ് എടുക്കേണ്ടതെന്ന് ഇന്നത്തോടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ ക്ലിയർ ആവും. ആദ്യം തന്നെ നമുക്ക് റൈസൻ 3നെ കുറിച്ച് പറയാം. റൈസൻ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സ്റ്റാർട്ടിംഗ് ലൈനപ്പാണ്. ഇപ്പം ഈ റൈസൻ 3 തൊട്ട് റൈസൻ 9 വരെയുള്ള ഏറ്റവും ആദ്യത്തെ കാറ്റഗറിയാണ് റൈസൻ 3. റൈസൻ 3യിൽ മെയിൻലി കാണുന്ന 4 കോറും 4 ത്രെഡുമാണ്. ഇപ്പം എന്താണ് കോർ, എന്താണ് ത്രെഡ്, ഇപ്പം അത് എന്താണ് ശരിക്കും ക്ലിയർ സാധനം പറയുന്നത് ഞാൻ ഡെഡിക്കേറ്റഡ് ആയി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് പറയാം, കോറുകളും ത്രെഡുകളും കൂടുതലാണെങ്കിൽ ഒരു CPUയുടെ പവർ കുറച്ചും കൂടി കൂടും. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ക്ലിയർ ആയൊരു ക്ലാരിറ്റി കിട്ടില്ല. ഇപ്പം ഈ പറഞ്ഞ റൈസൻ 3 ഏത് ആൾക്കാർക്കാണ് ഉപയോഗം. ഇപ്പം റൈസൻ 3 എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ബേസ് കാറ്റഗറീസ്, ഇപ്പം നമ്മൾ സാധാരണ എവറിഡേ യൂസേഴ്സിന് ഏറ്റവും പെർഫെക്റ്റ് ആയ ലൈനപ്പാണ് റൈസൻ 3. ഇപ്പം എവറിഡേ യൂസേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവില്ലേ, MS Word, MS Excel, ഇപ്പോൾ എല്ലാ കുറേ ഒരു PPT പ്രസൻറ്റേഷൻസ് കാര്യങ്ങൾ, ഇപ്പോൾ അല്ലെങ്കിൽ സാധാ വെബ് സ്ട്രീമിങ്, ഇപ്പം നമ്മൾ യൂട്യൂബോ അതോ ട്വിറ്ററോ അതോപ്പം എന്താ പറയുക ഈ ഫേസ്ബുക്കോ അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ ഇപ്പം കുറച്ച് ടാബുകളൊക്കെ ഓപ്പൺ ചെയ്ത് അതോ ഇനിയിപ്പം അല്ലെങ്കിൽ നിങ്ങൾ കുറേ ഈ ഇതൊക്കെ അല്ലേ നമ്മൾ റിസർച്ചൊക്കെ ചെയ്യാൻ വേണ്ടി ക്രോമിൽ കുറച്ച് ടാബുകളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് റൈസൻ 3ക്ക് പെർഫെക്റ്റ് ആണ്. ഇനി അത് മാത്രമല്ല റൈസൻ 3 നിങ്ങൾക്ക് ഇനിയിപ്പം വീഡിയോ എഡിറ്റിംഗ് അതേപോലെ ഗെയിമിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു GPU കോമ്പിനേഷൻ ഉണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ CPUവിൻ്റെ ഒപ്പം നല്ലൊരു GPU കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റാണ്. നിങ്ങൾക്ക് വലിയ പെർഫോമൻസ് ലാഗൊന്നും തോന്നില്ല. നിങ്ങളിപ്പം നല്ലൊരു GPU വേണം. ഇപ്പം നിങ്ങൾ ഈ ഗെയിമിങ്ങിന് നോക്കുകയാണെങ്കിൽ GPU ആണ് കൂടുതൽ നല്ല വേണ്ട, CPU അല്ല. CPUയുടെ പവർ കുറച്ച് കുറവാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു GPU ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റൈസൻ 3 വെച്ചിട്ട് ഗെയിം ചെയ്യാൻ പറ്റും. പിന്നെ അതേ കേസിൽ നിങ്ങൾ ഈ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മാക്സിമം പറയാം നിങ്ങൾ റൈസൻ 5 റൈസൻ 7 നോക്കുക. ബിക്കോസ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെവി കോറായൊരു സംഭവമാണ്. ഇപ്പം കൂടുതൽ CPU പവർ അതിന് വേണം. അപ്പോൾ നിങ്ങൾ എഡിറ്റിങ്ങും അങ്ങനെ നിങ്ങൾ വല്ല യൂട്യൂബ് ചാനലോ അതോ ഈ പറയുന്ന വേറെ വല്ല കാര്യങ്ങളിൽ എഡിറ്റിങ്ങോ അങ്ങനത്തെ വല്ല കാര്യങ്ങൾ സോഫ്റ്റ്വെയർസും കാര്യങ്ങളോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ റൈസൻ 7 യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം ഈ പറയുന്ന റൈസൻ 3 ഏത് കാറ്റഗറിയിലാണ് ഇപ്പോൾ ഒരു ഐഡിയ വന്നു വെക്കും. ഇനിയിപ്പം നെക്സ്റ്റ് കാറ്റഗറിയാണ് റൈസൻ 5. റൈസൻ 5 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇന്റർമീഡിയറ്റ് ആയിട്ട് വരും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ എല്ലാ കേസുകളും ഈ സാധാരണ ഞാൻ റൈസൻ 3യിൽ പറഞ്ഞല്ലേ PPT അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് അടിപൊളിയായി ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റിംഗ് അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഗെയിമിങ് റൈസൻ 5 നോക്കുകയാണെങ്കിൽ കുറച്ചൊരു പെർഫോമൻസ് ഇൻക്രീസ് കാണും റൈസൻ 3നെ കാട്ടും. അപ്പം എല്ലാത്തിലും സ്റ്റെപ്പ് അപ്പ് റൈസൻ 3നെ കാട്ടും കുറച്ചുകൂടി നന്നായിട്ട് വരുമാനാണല്ലോ. നന്നായിട്ട് വരുന്നല്ല, ഇപ്പം നിങ്ങൾ ഗെയിമിംഗ് ഫോക്കസ്ഡോ അതോ എഡിറ്റിംഗ് ഫോക്കസ്ഡോ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ചെറിയ ഡിഫറൻസ് കാണാം. ഗെയിമിംഗ് അത്ര കാണില്ല, എന്നാലും ചിലവർക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിങ്ങിന് നല്ലൊരു GPU ഉണ്ടെങ്കിൽ കുറച്ച് കോഴ്സ് ഉണ്ടാവണമെന്നല്ല. ഇപ്പം ഈ പറയണ റൈസൻ 5ൽ മാക്സിമം ആയിട്ട്
4 കോറ് തൊട്ടിട്ട് 6 കോറ് വരെ ഉണ്ട്. അതേപോലെ 4 കോറ് 8 ത്രെഡും 6 കോറ് 12 ത്രെഡ് വരെ ഉണ്ട്. അപ്പോൾ ഈ കൂടുതൽ കോറ് നല്ലതാണെന്ന് മനസ്സിലായി, പക്ഷെ കൂടുതൽ ത്രെഡ് വെച്ച് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. അപ്പം 4 കോറ് 8 ത്രെഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ Ryzen 3യുടെ 4 കോറ് 4 ത്രെഡിനെക്കാട്ടും കൂടുതൽ പവർഫുള്ളാണ്. അപ്പം അങ്ങനത്തെ ഒരു കേസ് ഇപ്പം നിങ്ങൾ കുറച്ചും കൂടി സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും അതേപോലെ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് Ryzen 5 നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ അതിന് പകരം ഈ Ryzen 5 കുറച്ചും കൂടി ഗെയിമിങ്ങിന് നല്ലതെന്ന് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. നിങ്ങളിപ്പം യൂട്യൂബിൽ ഗെയിം സ്ട്രീമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് Ryzen 3 എന്തായാലും നന്നായിരിക്കില്ല. വെറും ഗെയിമിങ് ചെയ്യാൻ നിങ്ങൾ സ്ട്രീം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ Ryzen 3 പെർഫെക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ സ്ട്രീം ചെയ്യാൻ കൂടിയാണ് ഒരു സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഗെയിമും കളിക്കണം എന്ന് വെക്കുകയാണെങ്കിൽ Ryzen 5 പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ സെക്കൻഡ് കാറ്റഗറി Ryzen 5യുടെ കാറ്റഗറി മനസ്സിലായി. ഇനിയിപ്പോൾ അടുത്ത കാറ്റഗറിയാണ് Ryzen 7. Ryzen 7 കുറച്ചുകൂടി ഹൈ എൻഡ് കാറ്റഗറിയാണ്. ഇപ്പോൾ ഹൈ എൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്താ ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഹൈ എൻഡായ യൂസേഴ്സ് ഇപ്പം വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം പക്ക ക്ലാരിറ്റിയും പക്ക കാര്യങ്ങളും വലിയ ലാഗും ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പം എന്താ പറയുക ഈ ഗെയിമിങ്ങിന് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല Ryzen 7 അതോ Ryzen 9 ബിക്കോസ് അത് CPU ഫോക്കസ്ഡ് ആണ്. പക്ഷേ Ryzen 7 എന്ന് പറയുക കുറച്ചും കൂടി സയന്റിഫിക് ഫീൽഡ്സിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് റെൻഡർ ചെയ്യുക 3D ആയിട്ട് റെൻഡർ, അതുപോലെ ഇപ്പം നിങ്ങൾ വേറെ അടിപൊളിയായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ 2-3 സ്ഥലത്ത് സ്ട്രീം ചെയ്യുക. ഇപ്പം സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ ലൈവാണ്, അതേപോലെ തന്നെ നിങ്ങൾ അതേ സമയത്ത് ഇവിടെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവാണെന്നൊക്കെ വെച്ചോ. അവിടെയൊക്കെ നിങ്ങൾ ഈ 3-4 പ്ലാറ്റ്ഫോംസ് ഒരുമിച്ച് ലൈവ് ആവാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഹെവിയായ പെർഫോമൻസ് വേണ്ടി വരും. ഇപ്പം ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ചിലവരൊക്കെ ഉണ്ടാവും ഇപ്പം വലിയ വലിയ കമ്പനീസിൽ ഇപ്പം എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് പോകണം. അപ്പോൾ ഒരു 2-3 സ്ഥലത്ത് ഒരുമിച്ച് ലൈവ് ആവാൻ നോക്കും. ഇപ്പം ചിലപ്പോൾ നമ്മൾ കാണില്ലേ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒരാൾ ലൈവായിട്ട് നമ്മൾ കമൻറ്റ് ഇടുമ്പോൾ അയാൾ കമൻറ്റ് വായിക്കുന്നുണ്ടാവില്ല. അതെന്ത് കാരണം എന്ന് പറയാനുള്ള അയാൾ ഒരു സമയത്ത് ചിലപ്പോൾ 2 ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ യൂട്യൂബിൽ ലൈവ് ആയിരിക്കും. അപ്പോൾ അയാൾ വായിക്കണ ഇൻസ്റ്റാഗ്രാം കമൻറ്റ്സ് ആയിരിക്കും. ആ ഒരു സമയത്ത് അയാൾക്ക് യൂട്യൂബിൻ്റെ ലൈവ് കമൻറ്റ്സ് വായിക്കാൻ പറ്റില്ല. ചിലപ്പം അതായിരിക്കും കാരണം. പക്ഷേ അയാൾ യൂസ് ചെയ്ത CPU നല്ലൊരു സ്ട്രീമിംഗ് ഫെസിലിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ഒരു Ryzen 7 ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ Ryzen 7 ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് മനസ്സിലായി. ഇനി Ryzen 9 ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? Ryzen 9 എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ ഹെവിയായ കാര്യങ്ങൾ ഇപ്പോൾ ഈ Ryzen 7നെക്കാട്ടും വലിയ പെർഫോമൻസ് ലീപ്പ് ഒന്നും കാണില്ല, പക്ഷെ കൺസിഡറബിൾ ലീപ്പ് ഉണ്ടാവും. ഇപ്പം എഡിറ്റിങ്ങിലോ അതോ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ ഒരു നല്ല ചെറിയ ലീപ്പ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായ പെർഫോമൻസ് വേണമെങ്കിൽ Ryzen 9 യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അത് മാത്രമല്ല Ryzen 9ൻ്റെ യൂസ് Ryzen 9 ഇപ്പം ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഹോം സെർവേഴ്സിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. എന്താണ് സെർവർ? ഇപ്പോൾ സെർവർ എന്താണെന്ന് പറയാനുള്ള ശരിക്കും പറഞ്ഞാൽ സെർവറിന് പലതരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട്. നെറ്റ്വർക്ക് സെർവേഴ്സും പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു സിമ്പിളായൊരു എക്സാമ്പിൾ പറയാം, സ്റ്റോറേജ് സെർവർ. ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റോറേജ് സെർവറിൽ എന്താണെന്ന് പറയാനുള്ള കുറേ ഹാർഡ് ഡ്രൈവ്സ് ഒരുമിച്ച് കയറ്റി വെച്ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് അതിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യും, ലിനക്സ് ആയിരിക്കും റൺ ചെയ്യും. അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് 1 TB സ്റ്റോറേജ് കിട്ടും. മറിച്ച് നിങ്ങളൊരു സെർവറിൽ ഈ സംഭവം മൊത്തം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഈ പറഞ്ഞ ഈ 1 TB ഒന്നുമല്ല, ഒരു 30-40 TB ഒക്കെ ഉണ്ടാവും. അപ്പം കുറേ സംഭവങ്ങൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാം. പിന്നെ ആ സെർവറിൽ നിന്ന് നിങ്ങൾക്ക് പല കമ്പ്യൂട്ടേഴ്സിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ലാപ്ടോപ്പും അതേപോലെ വേറെ 3-4 ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറയാനുള്ള സെർവറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡാറ്റ ഏത് കമ്പ്യൂട്ടറിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതാണ് ഒരു സെർവറിൻ്റെ ഒരു ബേസിക്കായ ഒരു ഐഡിയ. അപ്പോൾ ഈ ഒരു സാധാരണ ഒരു ഹോം സെർവർ, അത് നിങ്ങളുടെ വീട്ടിൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു സെർവർ ആണെങ്കിൽ നിങ്ങൾക്ക് Ryzen 9 CPU എടുക്കാം. ഇനിയിപ്പോൾ അതല്ല നിങ്ങളിപ്പം കുറച്ചും കൂടി കൂടുതലായിട്ട് ഇപ്പം എന്താ പറയുക ഒരു ആപ്പ് ഉണ്ടാക്കേണ്ട ഒരു കമ്പനിയാണെന്ന് വെച്ചോ. ഒരു സാധാരണ ഒരു ചെറിയൊരു കമ്പനി ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ഒരു 5000, 4000, 3000 യൂസേഴ്സൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള യൂസേഴ്സ് എല്ലാ ദിവസവും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ യൂസേഴ്സ് ഡാറ്റ ഒക്കെ സേവ് ചെയ്യാത്ത സെർവർ ഒക്കെ ഉണ്ടാവുമല്ലോ. ഒരു ചെറിയൊരു കമ്പനി ആണെങ്കിലും നിങ്ങൾക്ക് ഈ Ryzen 9 ഉപയോഗിച്ചിട്ടുള്ള ഒരു സെർവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് പോകാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ Ryzen 9 ഈ സെർവേഴ്സിന് മാത്രമല്ല ഈ പറഞ്ഞ ലാപ്ടോപ്പിൽ അതേപോലെ ഈ ഡെസ്ക്ടോപ്സിലും കാണാം. അതിന് കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഈ Ryzen 7നെക്കാട്ടും കുറച്ചും കൂടി നല്ലൊരു പെർഫോമൻസ് Ryzen 9 തരും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ലാപ്ടോപ്സിലും അതേപോലെ നമുക്ക് ഈ ഒരു സ്വന്തമായി ഒരു PC ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണ് Ryzen 9 യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന സെർവേഴ്സിനെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പെർഫോമൻസിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ട്
അത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു ഏറ്റവും ഹൈ എൻഡ് ആയ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ റൈസൻ 9 നോക്കാം. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ നിങ്ങളുടെ ഇഷ്ടം. ഇനി നെക്സ്റ്റ് പറഞ്ഞ കേസാണ് റൈസൻ ത്രെഡ്രിപ്പർ CPUs. റൈസൻ ത്രെഡ്രിപ്പർ CPUs എവിടെ യൂസ് ചെയ്യാന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിള്, അതിപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക്, ഇങ്ങനത്തെ വലിയ വലിയ കമ്പനീസൊക്കെ അല്ലേ, ഇവരൊക്കെ ഒരു ത്രെഡ്രിപ്പർ എന്നല്ല നാലഞ്ചൊന്നല്ല കുറേ ത്രെഡ്രിപ്പർ CPUs ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ഇവരെന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം തന്നെ ഈ പറയണ ഈ ഫേസ്ബുക്കിലും അതേപോലെ ഗൂഗിളിൽ വരുന്ന യൂസേഴ്സിന്റെ ഡാറ്റ ഒരു ദിവസം തന്നെ എത്രയോ ടെറാബൈറ്റ് ഡാറ്റ ഇവർക്ക് വരുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ ഒരു വലിയൊരു സെർവർ, ഇപ്പൊ അവരുടെ സെർവറൊക്കെ കണ്ട ഒരു വലിയൊരു വീട് പോലെ ആയിരിക്കും അവരുടെ ഒരു സെർവർ റൂമൊക്കെ. അപ്പൊ ആ ഒരു സെർവർ റൂമിൽ ഈ പറയുന്ന ഡാറ്റ മൊത്തം ഈ പറഞ്ഞ ഹാർഡ് ഡ്രൈവ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുമാത്രമല്ല ഈ പറയണ പെട്ടെന്ന് അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടി മൾട്ടിപ്പിൾ ത്രെഡ്രിപ്പർ CPUs ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ വലിയ വലിയ യൂസേഴ്സ് നിങ്ങൾ വലിയൊരു കമ്പനിയാണ്, നിങ്ങൾ വലിയൊരു കമ്പനി ആവാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സാധാരണ നിങ്ങൾ ചെറുതായി തുടങ്ങിയതാണ്, പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ യൂസേഴ്സ് കയറി കൂടി വരികയാണെങ്കിൽ നിങ്ങൾ സ്വന്തം ഒരു സെർവർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു റൈസൻ ത്രെഡ്രിപ്പർ CPU നോക്കുന്നതാണ്. അപ്പം ഇപ്പോൾ ഓരോരോ കേസിലുള്ള അത് നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് 2 കേസ് നമ്മളിപ്പോൾ സാധാരണ വെറും ഒരു PC ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അധികം ആൾക്കാർ നോക്കില്ല. എല്ലാവരും നോക്കുക റൈസൻ 3 റൈസൻ 5 റൈസൻ 7 ആണ്. അപ്പോൾ നിങ്ങളിപ്പം ഇത് വെച്ചിട്ട് നിങ്ങളൊരു കാറ്റഗറി സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള CPU ആണ് വേണ്ട. ഇപ്പം അത് മാത്രമല്ല കാര്യം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈസൻ 5 3500U ഒരു ലാപ്ടോപ്പ് പ്രൊസസ്സറിൻ്റെ പേരാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. റൈസൻ 5 നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറി, ഇപ്പം ഞാൻ പറഞ്ഞ ഇത്ര ഡിഫൈൻ ചെയ്ത കാറ്റഗറിയിൽ ഒരു കാറ്റഗറി റൈസൻ 5 CPU നിങ്ങൾ എടുക്കണമെന്ന് വെച്ചോ. നെക്സ്റ്റ് 3500 ആദ്യത്തെ നമ്പർ 3 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 3rd ജനറേഷൻ റൈസൻ CPU ആണുള്ളത്. 4th ജനറേഷൻ ഇപ്പം വരാൻ പോകേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ കറണ്ട് ഒരു CPU വാങ്ങിക്കുകയാണെങ്കിൽ 3rd gen CPU ആണ് വാങ്ങിക്കുകയാണ്. കുറച്ച് വെയിറ്റ് ചെയ്യാണ്ട് 4th gen വരും. 4th gen എന്തായാലും 3rd gen-നെക്കാട്ടും കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി അതിൻ്റെ അടുത്ത ലെറ്റർ ഇപ്പം 3500U 5 അത് ശരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യണം. അത് ഇൻഡിക്കേറ്റ് ചെയ്യണം ഈ പറഞ്ഞ പ്രൊസസ്സറിൻ്റെ പെർഫോമൻസ് ലെവലാണ്. എന്താണ് പെർഫോമൻസ് ലെവൽ? നമുക്ക് സിമ്പിളായി പറയാം. റൈസൻ 3ന്റെ പെർഫോമൻസ് ലെവൽ 1, 2, 3 എന്നാണ്. എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈസൻ 3 3100 എന്ന് കാണാം, റൈസൻ 3 3200 എന്ന് കാണാം, റൈസൻ 3 3300 എന്ന് കാണാം. ഇനിയിപ്പം റൈസൻ 5 അതിൻ്റെ നെക്സ്റ്റില് പെർഫോമൻസ് ലെവൽ ഇൻഡിക്കേറ്റേഴ്സ്, റൈസൻ 5ന്റെ 3 പെർഫോമൻസ് ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് 4, 5, 6 ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു പെയർ പോലെ തോന്നും. ഇപ്പോൾ 1, 2, 3 ഒരു പേര്, 4, 5, 6 വേറൊരു പേര്. അപ്പം ഈ പറഞ്ഞ റൈസൻ 5 3400 കാണാം, റൈസൻ 5 3500 കാണാം, റൈസൻ 5 3600 കാണാം. ഇനി നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് വരുന്ന റൈസൻ 7 ആണ്. റൈസൻ 7ന് 3 എണ്ണം അല്ല 2 എണ്ണേ ഉള്ളൂ. ഇപ്പം റൈസൻ 7 3700 റൈസൻ 7 3800 കാണാം. ഇനി അവസാനം കിടക്കുന്ന റൈസൻ 9 CPUs റൈസൻ 9 3900. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരോ പെർഫോമൻസ് ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഈ പെർഫോമൻസ് ലെവലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓരോരോ 1, 2, 3 എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ റൈസൻ 3ൽ 3300 CPU ആണ്, റൈസൻ 3 3100 കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യും. അതാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിപ്പം റൈസൻ 3ത്തെ ഏറ്റവും ടോപ്പ് ആൻഡ് CPU എടുക്കുകയാണെങ്കിൽ റൈസൻ 3 3300 ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ റൈസൻ 5ത്തെ ഏറ്റവും ടോപ്പ് ആൻഡ് CPU ആണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ റൈസൻ 5 3600 ആയിരിക്കും. ഇപ്പോൾ റൈസൻ 7ന്റെ ടോപ്പ് എൻഡ് ആണെങ്കിൽ റൈസൻ 7 3800 ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ റൈസൻ 9ത്തെ ഒരു റൈസൻ 9 ആകെ 9 മാത്രമേ ഉള്ളൂ പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ റൈസൻ 9 3900. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ നെക്സ്റ്റ് എന്താണുള്ളത്? ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള നമ്പർ രണ്ട് നമ്പർ ഞാനിപ്പോൾ എല്ലാം പൂജിട്ടിട്ടാണ് പറയുന്നത്. പക്ഷെ അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അത് ശരിക്കും പറഞ്ഞൊരു മോഡൽ നമ്പറോ അത് SKU നമ്പർ നമ്മൾ വേണം. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ സ്റ്റോക്ക് അറിയാനുള്ള ഒരു യൂണിറ്റ്, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്നാണ് പറയണം. അത് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ജസ്റ്റ് ഒരു മോഡൽ നമ്പറാണ്. അപ്പം അതാണിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ റൈസൻ 5 3500 റൈസൻ 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്ത കാറ്റഗറി 3rd ജനറേഷൻ, 5 എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ റൈസൻ 5ന്റെ മിഡിൽ കാറ്റഗറി പ്രൊസസ്സർ, ബാക്കി 2 എന്ന് പറഞ്ഞാൽ ആലോചിക്കേണ്ട കാര്യമില്ല, അത് മോഡൽ നമ്പറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സഫിക്സ് എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക? വെൽ, അത് നമുക്ക് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഈ സഫിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻലി നമുക്ക് ആദ്യം ഡെസ്ക്ടോപ്പ് സഫിക്സിനെ കുറിച്ച് പറയാം. ഡെസ്ക്ടോപ്പിൽ ആദ്യം തന്നെ ചിലപ്പോൾ ഒരു സഫിക്സ് ഇല്ലാത്തൊരു കാറ്റഗറിയാണ്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ Ryzen 5 3500 ഈ പറഞ്ഞ ഒരു CPU എന്താ സഫിക്സ് ഇല്ല. ഇപ്പം ഈ പറഞ്ഞ CPU സഫിക്സ് ഇല്ലെങ്കിൽ അത് ശരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യണത് ഒരു സ്റ്റാൻഡേർഡ് ഡെസ്ക്ടോപ്പ് CPU ആണെന്നാണ്. ഇനിയിപ്പോൾ സഫിക്സിൻ്റെ ഓരോ കേസുകൾ പറഞ്ഞു. ഇപ്പം ഡെസ്ക്ടോപ്പ് CPUസിൽ മെയിനായിട്ട് 4 സഫിക്സ് ആണ് ഉള്ളത്. STGX. അതിൽ STGXൽ എന്താണ് എസ് ഇൻഡിക്കേറ്റ് ചെയ്യണം? എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലോ പവർ ഡെസ്ക്ടോപ്പ് ആണ്, പക്ഷേ വിത്ത് ഗ്രാഫിക്സ് ഇന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ട്, പക്ഷേ ഒരു ലോ പവർ ഡെസ്ക്ടോപ്പ് ആണ്. ഇനിയിപ്പം ST എന്താണ് പറയുന്നത്? ടി പറഞ്ഞാൽ വെറും ലോ പവർ ഡെസ്ക്ടോപ്പ് ആണ്, അതിൽ ഗ്രാഫിക്സ് ഇല്ല. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് പറയുന്നത് ജി എന്ന് പറയുമ്പോൾ ഒരു ബേസിക്കലി ഒരു APUവിനെയാണ് പറയുക. APU എന്ന് പറയുകയാണെങ്കിൽ CPU വിത്ത് GPU ഇൻസ്റ്റാൾഡ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഗെയിമിംഗ് ചെയ്യാൻ പറ്റുന്ന CPUs. അപ്പോൾ അങ്ങനത്തെ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു G സഫിക്സ് ഉള്ള ഒരു CPU ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ഗെയിമും കളിക്കാൻ പറ്റും, അതേപോലെ കുറച്ച് നിങ്ങൾക്ക് സാധാരണ യൂസ് കേസിനും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് G ഉള്ള CPUs. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വരണതാണ് എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹൈ പെർഫോമൻസ് മോഡലാണ്. ഇപ്പം മാക്സിമം പെർഫോമൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എക്സ് ഉള്ള CPUs ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ പറയുന്ന ഡെസ്ക്ടോപ്സ് ഉള്ള. അപ്പോൾ അതാണ് ഡെസ്ക്ടോപ്പ് സഫിക്സ്. ഇനി നമുക്ക് ലാപ്ടോപ്പ് സഫിക്സിലേക്ക് കിടക്കാം. ലാപ്ടോപ്പിന്റെ കേസിൽ മെയിൻലി 3 ഉണ്ട്. M ഉണ്ട്, U ഉണ്ട്, H ഉണ്ട്. അതിൽ M എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ലോ പവർ ലാപ്ടോപ്പാണ്. ഇപ്പം ലോ പവർ ലാപ്ടോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം കൂടുതൽ നമ്മൾ മറ്റേ ഇതൊക്കെ പറയില്ലേ, ഈ ബാറ്ററി ലൈഫിൽ ഫോക്കസ്ഡ് ആയി. അപ്പോൾ അത് കൂടുതൽ ബാറ്ററി പവർ ഉണ്ട്. ഇപ്പം കുറേ നേരം ആ ലാപ്ടോപ്പ് നിൽക്കും നമ്മുടെ കൂടെ. പക്ഷേ ഈ പറഞ്ഞ കുറച്ച് പവർ കുറച്ച് കുറവാണ് ആ പറഞ്ഞ CPU വലിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് അത്രയും ടോപ്പ് നോച്ചായി പെർഫോമൻസ് കിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് കുറേ നേരത്തേക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് യു എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആയ മൊബൈൽ പ്രൊസസ്സറാണ് യു എന്നുള്ള കാരണം. എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ലോ പവറിൻ്റെ കാട്ടും കൂടുതൽ പവർഫുൾ ആയിരിക്കും, പക്ഷെ ഏറ്റവും ഹൈ പവർ എത്തിയിട്ടില്ല. അപ്പോൾ അതാണ് യു. ഞാൻ നെക്സ്റ്റ് അപ്പോൾ നിങ്ങളൊരു സാധാരണ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യു സഫിക്സ് എടുക്കാനുള്ള കുഴപ്പമില്ല. ഞാൻ നെക്സ്റ്റിലേക്ക് ഇറങ്ങാം. നെക്സ്റ്റ് എച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹൈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിൽ ഏറ്റവും ടോപ്പ് ഗ്രേഡ് സെഗ്മെന്റ് കുറച്ച് കൂടുതൽ പവർ വലിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം പെർഫോമൻസ് തരുന്ന CPUs ആണ് എച്ച്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ഈ ലാപ്ടോപ്പ് സെഗ്മെന്റിന്റെ നെയിമിംഗ് സ്കീം. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ എന്താണെന്ന് ക്ലിയർ ആയി മനസ്സിലായി ഞാൻ നിൽക്കുന്നു. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ നമുക്ക് പിന്നെ കണ്ടുവിടാം. അതിടത്തേക്ക് ഗുഡ് ബൈ.